റെട്രോ ഡയറക്ടഡ് ബൈ കാർത്തിക് സുബരാജ്. ഈ ഒരു സിനിമ എനിക്ക് പേഴ്സണലി ഒരു രീതിയിലും ഇഷ്ടമായിട്ടില്ല. ഈ ഒരു റെട്രോ എന്ന് പറഞ്ഞ മൂവി തീരെ ഇഷ്ടമായിട്ടില്ല. ആ സിനിമ ആകെ എനിക്ക് ഇതിലാകെ സൂര്യ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഈ സിനിമയിലുണ്ട്. അതായത് വേറെ നടത്തവും ആ ഇരുത്തവും അത് സ്വാഗോ ആ സൂര്യക്ക് മാത്രം സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൈയടിക്കാനുള്ള ഒരു 5-6 സാധനങ്ങൾ ഈ സിനിമയിലുണ്ട്. ഓക്കെ, പിന്നെ പ്രത്യേകിച്ച് സൂര്യന്റെ ഒരു ചെറുപ്പമായിട്ട് ചെക്കനെ അഭിനയിച്ചത് ട്രെയിനിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. അതൊക്കെ കിട്ടുമായിരുന്നു. അങ്ങനെ ഇതിന്റെ ഫൈറ്റ് അത്യാവശ്യം രസമുണ്ട്. ആദ്യത്തെ കിട്ടുമായിരുന്നു, ട്രെയിനിന്റെ ഉള്ളിലത്തെ ഫൈറ്റ് കിട്ടുമായിരുന്നു. പിന്നെ അതൊന്ന് പോകുമ്പോൾ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഒരു കുറെ പറക്കലും അതും ഇതൊക്കെ ഈ സിനിമ പോകും. പിന്നെ ഇത് ഈ എന്താ പറയാ ആക്ഷൻ സീക്വൻസ് തന്നെ പിന്നെ വെറുതെ എന്തൊക്കെയോ അടി ഇടി വെടി അങ്ങനെ അങ്ങനെ പോയി നമുക്കൊന്നും ഒരു കണക്ഷൻ കിട്ടൂല. ഒരു ഇമ്പാക്ട് ഇല്ലാത്ത ഫൈറ്റാണ് പിന്നെ അവിടെ നിന്ന് മൊത്തം. അതേപോലെ തന്നെ സിനിമന്റെ കഥ ഒരു എന്താ പറയാ ഒരു തീരെ ഒരു എന്തിനൊക്കെയോ വേണ്ടി എഴുതിയൊരു കഥ. എന്തെങ്കിലും സൂര്യനെ കിട്ടി ഒരു പടം പിടിക്കണം അങ്ങനെ എഴുതി അങ്ങോട്ട് പറഞ്ഞത് കഥ. ഇതാണ് ഈ പടത്തിന്റെ കഥ. അപ്പൊ എനിക്കിത് പിന്നെ അതേപോലെ തന്നെ പൂജാടിച്ച് കാരണം ചോമരമെച്ചയുടെ മൊരത്തി ഇങ്ങോട്ട് എടുത്ത് അങ്ങനെ ഇരിക്കുന്നറിയോ അങ്ങനത്തെ ഒരു കഥാപാത്രം. പൂജാടിച്ച് അഭിനയത്തിന് ഒരു കുഴപ്പമില്ല, പെർഫോമൻസ് നല്ല രീതിയിൽ പൂജാടിച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ ക്യാരക്ടർ ഇങ്ങനെ ആയി പോയി. അതായത് സൂര്യ പ്രേമിക്കുന്നത് ഈ ഉമ്പുമ്പോൾ തന്നെയാണ് പൂജാടിച്ചിനെയാണ്. അപ്പൊ സൂര്യ അടി ഉണ്ടാക്കുന്നതും പ്രശ്നമാണ്, അടി ഉണ്ടാക്കാത്തതും പ്രശ്നമാണ്. അങ്ങനത്തെ ഒരു കഥാപാത്രം. അതായത് ഇപ്പോ മറ്റേ പൂജാടിച്ചിനെ വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും അപമാനമായിട്ട് പെരുമാറി അല്ലെങ്കിൽ വർത്താനം പറയുന്നത് ചെയ്ത് കഴിഞ്ഞാൽ നാണങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക, പോയി അടിക്കും. അപ്പൊ അതേപോലെ തന്നെ സൂര്യ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് പറ്റില്ല. അങ്ങനൊക്കെ എന്ത് പ്രേമാണിത് ഇല്ലേ? ഇത് ഈ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അടിക്കും വേണം എന്നിട്ട് അടിക്കും ചെയ്യരുതെന്ന് പറഞ്ഞൊരു പ്രശ്നം പൂജാടിച്ചിട്ട്. അത് അങ്ങനെ ഒരു കഥ, അങ്ങനെ ഒരു മനുഷ്യജീവി എന്ന് പറഞ്ഞ പോലത്തെ ഒരു ക്യാരക്ടർ. അതിലെ സൂര്യ അതിൽ പിന്നെ ഗ്ലാഡിയേറ്റർ പോലത്തെ ഒക്കെ ഒരു സാധനത്തിനുള്ളിൽ ഒന്നും ഇങ്ങനെ ഫൈറ്റ് ഉണ്ട്. പിന്നെ ജോജു ജോർജ് ഉണ്ട്. ജോജു ജോർജ് ഒന്നും തീരെ ഇമ്പാക്ട് ഇല്ലാത്ത ഒരു ക്യാരക്ടർ. ഇതിൽ ഒരൊറ്റ ക്യാരക്ടറിന് ഇമ്പാക്ട് ഇല്ല. അതാണ്. പിന്നെ കഥ പിന്നെ എങ്ങനെയാണ്, പിന്നെ ക്യാരക്ടറിന് ഇമ്പാക്ട് ഉണ്ടാവില്ലല്ലോ. അപ്പൊ എനിക്ക് അതിങ്ങനെ വലിച്ചു നീട്ടണില്ല. പിന്നെ അതിൽ ഒരു കാര്യം പറയാം, കൈയടിക്കാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു 5-6 സാധനങ്ങളുണ്ട്. ചില സ്ലോ മോഷനോ ചില സമയങ്ങളിൽ വരുന്ന ബിജിഎം കൂടുതൽ സമയം എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടില്ല. പിന്നെ ചില സമയത്ത് കൊണ്ടുവരുന്ന ഒരു സാധനം കിട്ടുമായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഈ കൈയടിക്കാൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതും കിട്ടുമായിരുന്നു. ചില നടത്തോ ഭാവോ അതിലെ സൂര്യൻ സ്കോർ ചെയ്തിരുന്നു. പക്ഷെ ഇതാണ് പ്രശ്നം. പക്ഷെ അത് പോരാ. ഒരു 2.5 മണിക്കൂർ സിനിമയിൽ 5-6 സീനിന് കൈയടിച്ചെന്ന് പറഞ്ഞാൽ സിനിമ അതങ്ങനെ പറ്റൂലല്ലോ. അപ്പൊ എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമ ഒരു രീതിയിലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അത് എന്റെ അഭിപ്രായമാണ്. കുറെ ആൾക്കാർക്ക് സിനിമ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ തിയേറ്ററിൽ നിന്ന് കേട്ട് അടിപൊളി പടം എന്നൊക്കെ പറഞ്ഞാൽ കേട്ട്. പക്ഷെ എനിക്കിത് പ്യൂർലി ഒരു 100% നിരാശ സമ്മാനിച്ച ഒരു പടമാണ് റെട്രോ എന്ന് പറഞ്ഞത്. പിന്നെ ഈ ഒരു സിനിമയിൽ പിന്നെ പ്രകാശ് രാജ് വെറുതെ, ജയറാം വെറുതെ, മറ്റേ സൂര്യ പിന്നോ ഒക്കെ പൂജാടിച്ച് വെറുതെ, പിന്നെ ഇതിലൊരു ഷർട്ട് ഇടാൻ പൈസ ഇല്ലാത്തൊരു വില്ലനുണ്ട്, അവൻ വെറുതെ. ഒരു മൊണ്ണ കഥാപാത്രം വില്ലന്. അയ്യോ, ഇത് വില്ലനാത്. പിന്നെ ജോർജിന്റെ വില്ലനീസും ജോർജിന്റെ പെർഫോമൻസ് കാരണം പിന്നും ഒരു ഇതുണ്ട്. പക്ഷെ എന്നാലും ജോർജിന്റെ ക്യാരക്ടറും തീരെ ഒരു എന്തിനോ വേണ്ടി തിളക്കണ സാമ്പാർ എന്ന് പറഞ്ഞാൽ. പിന്നെ അതിൽ ജോർജിന്റെ കൈ പോയതിന്റെ ശേഷം ഒരു സ്വർണ്ണത്തിന്റെ കൈ പോലത്തെ ഒരു സാധനം വെക്കും, ടാനോസ് പോലെ ഇങ്ങനെ ഫിംഗർ ഇപ്പൊ സ്നാപ്പ് ചെയ്യുമെന്ന് വിചാരിക്കില്ല. അപ്പൊ ഇതാണ് പടം. എനിക്ക് പേഴ്സണലി ഈ സിനിമ ഒരു രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. വരാതെ പറ്റം തീരെ ഇഷ്ടമില്ല. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഔട്ട്.